മൈ ബ്യൂട്ടിഫുൾ ബഡീസ്. ഇന്നപ്പോ മൈസൂർ പോയതിന്റെ പാർട്ട് 3 ആണ് കേട്ടോ. പാർട്ട് 1ഉം പാർട്ട് 2 കാണാത്തൊരു വേഗം പോയി കണ്ടത് കാണുക. അങ്ങനെ പിന്നെ നമ്മൾ അവിടുത്തെ ബിയറൊക്കെ കണ്ടതിന് ശേഷം നേരെ നമ്മൾ വിചാരിച്ച് പാമ്പിന്റെ സെക്ഷനിലേക്ക് പോവാന്ന്. അങ്ങനെ നമ്മൾ അവിടാണ് ഇപ്പോൾ ഉള്ളത്. അവിടെയാണെങ്കിലും കുറേ പാമ്പ് കുറേ തരം പാമ്പ്. എന്തിന് പച്ച കളർ പാമ്പ് വരെ ഉണ്ട്. ഇതിനൊക്കെ നല്ല സ്റ്റൈൽ, നല്ല ചെടിയൊക്കെ പോലെ ഈ പാമ്പ് അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുകയാണ്. പക്ഷെ അവിടെ നെറ്റുള്ളതിനെ കൊണ്ട് അതിനെക്കൊണ്ട് കഴിയണില്ല പുറത്തേക്ക് പോവാന്. ഇതും മറ്റേന്റെ കൂടെ രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഓടാണെന്ന് തോന്നണ. പിന്നെ നമ്മൾ നേരെ എത്തിയതിന്റെ ഗ്രീൻ അനാക്കോണ്ടനെ കാണാനാണ്. അങ്ങനെ പിന്നെ അവിടെ നമ്മൾ കുറെ നേരം അതിനെ നോക്കി നിന്ന്. അതും കൂടി കഴിഞ്ഞപ്പോ പാമ്പിന്റെ സെക്ഷൻ കഴിഞ്ഞിട്ടോ. പിന്നെ അത് ഹിപ്പോപ്പൊട്ടാമസ് സെറ്റാണ്. പിന്നെ നമ്മൾ എത്തിയത് മുതലേന്റെ സ്ഥലത്തേക്കാണ്. മുതൽ അവിടെ കുറെ മുതലുണ്ടായിനി. ഈ മുതലൊക്കെ ഉറങ്ങുകയാണ് തോന്നുന്നത്. നമ്മൾ ആദ്യം വിചാരിച്ചത് ഞാൻ വിചാരിച്ചത് ഇത് വല്ല ഉണ്ടാക്കി വെച്ച സാധനത്താണ് എന്നാണ്. പക്ഷെ അത് ഉറങ്ങുകയാണ്. അത് ശരിക്കും റിയൽ ആണ്. കൈ ഇത് നമ്മൾ ആദ്യം കണ്ടില്ലു. പിന്നെ ഇങ്ങനെ താഴോട്ടൊക്കെ നോക്കിയപ്പോഴാണ് ഇവിടെ വന്ന് കിടക്കുന്നത് കണ്ടത്. അങ്ങനെ നമ്മൾ മുതലിന്റെ സെക്ഷനും കഴിഞ്ഞ് അങ്ങനെ നമ്മളിങ്ങനെ നടന്നുകൊടുക്കുമ്പോഴാണ് അവിടെ കൊക്കിനെ കണ്ടത്. പിന്നെ ഈ സാധനക്ക് നല്ല ഇഷ്ടമായിട്ടോ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോവാന്. ഞാൻ അതോടെ മുതലന്റെ കഴിഞ്ഞെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇവിടെ ഉണ്ട് മുതല. ഇതും കൂടെ ഉള്ളു കേട്ടോ. അതോടെ കഴിഞ്ഞ് ഇനി നമ്മള് ആമന്റെ അടുത്തേക്കാണ് പോയത്. ആമ അവിടെ കുറെ ആമ ഇങ്ങനെ അട്ടിക്കിട്ടടച്ച മാതിരി കിടക്കി കഴിഞ്ഞു. വലുതൊക്കെ കണ്ടോ, ഇതൊക്കെ സ്റ്റാർ ആമറ്റാണ്. അതിന്റെ പുറത്ത് സ്റ്റാർ മാതിരി ഉണ്ട്. പിന്നെ ആമൊക്കെ കഴിഞ്ഞ് അത് അത്രേ ഉള്ളൂ. പിന്നെയും ഈ സാധനത്തിന്റെ ഉള്ളിൽ കൂടെ ആണ് പോണത്. ഇവിടെ ഇങ്ങനത്തെ രണ്ടാമത്തും കൂടി ഉണ്ട്. ഇത് കൂടെ പോവാൻ നല്ല ഇഷ്ടമായി. അങ്ങനെ അതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ വന്നപ്പോ ഇവിടെ മീനും പിന്നെ ബ്ലാക്ക് കളർ സ്വാനും ഒക്കെ ആണ് ഉള്ളത്. അവിടെ കുറേ സ്വാനൊക്കെ ഉണ്ട്. അതിനൊക്കെ നല്ല ഇഷ്ടമായി. നല്ല ഭംഗിയുണ്ട് അത് നടക്കുന്നതൊക്കെ കാണാൻ. ഇനി നമ്മൾ അവസാന ഘട്ടത്തിലേക്കാണ് പോണത്. ഈ ജിറാഫും കൂടി കഴിഞ്ഞപ്പോ കഴിഞ്ഞ് അവിടുന്ന് പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഈ മാൾ ഓഫ് മൈസൂരിലേക്കാണ്. പിന്നെ നമ്മൾ പോയിങ്ങാണ്ട് ഫുഡൊക്കെ കഴിച്ചതിന്റെ ശേഷം ഇനി നമ്മൾ ബാംഗ്ലൂരിലേക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ട് അവിടേക്കുള്ള ബസ്സും തപ്പിങ്ങാണ്ട് അവിടുത്തെ ബസ് സ്റ്റോപ്പിൽ നടക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് അവിടേക്കുള്ള ബസ് ഇവിടെ എവിടാ നിർത്തിയിട്ടത് എന്നുള്ളത് അറിയൂല. അതിനെക്കൊണ്ട് നമ്മൾ അതാണ് ഇപ്പൊ തപ്പിങ്ങാണ്ട് നടക്കുന്നത്. എങ്ങനെയൊക്കെ നമ്മളത് കണ്ടുപിടിച്ചങ്ങാണ്ട് ബസ്സിന്റെ അകത്ത് കയറി നമുക്ക് അവിടുന്ന് രണ്ടാമത്തെ ബസ്സിലേക്ക് കയറണം. അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ നമ്മളെ മൈസൂർ വ്ലോഗ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ ബൈ.